എന്ത് വേദനയുണ്ടോ കൈക്ക് ഇപ്പൊ? കുറഞ്ഞു, നീരൊക്കെ കുറഞ്ഞു, ചെറിയ വേദന ഉണ്ട്. ഒന്നുകൂടി എണ്ണയൊക്കെയാണോ? അല്ല, അവൾ 1 മണിക്കൂറിൽ തച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ 2 മണിക്കൂറായില്ലേ? ഇതെവിടെ പോയി കിടക്കണം? സമയം എടുത്ത് ചെയ്യട്ടമ്മ. അവള് ആദ്യമായിട്ട് ചെയ്യല്ലേ, സമയം പിടിക്കും. മണി, നമുക്ക് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങണം. അതൊക്കെ മതി. എന്തിന്? എടി തയ്ക്കണതൊക്കെ നമ്മൾ വെളിയിൽ കൊടുക്കണ്ട, നമ്മുടെ ഷോപ്പിൽ തന്നെ സെയിൽ ചെയ്യാം. ഓ അങ്ങനെ. അത് അച്ഛൻ പറഞ്ഞ നല്ല ഐഡിയ. വലിയ യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്ത് അടിപൊളി. പതുക്കെ പതുക്കെ മതി. എല്ലാം മിടിക്കുകയാണ് അവള്. പിന്നെ ഓ പത്രാസാണല്ലോ മക്കളെ. തയ്ച്ചാ? തച്ച് ആദ്യമായിട്ട് തച്ചോണ്ട് അത്ര ഫിനിഷിംഗ് ഒന്നും വന്നില്ല, എന്നാലും കുഴപ്പമില്ല. കുഴപ്പമില്ല, കാണിക്കാം. ആദ്യമായിട്ടല്ലേ നീ കാണിക്കാം. പിന്നെ അച്ഛാ, അച്ഛൻ എന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർക്കുമ്പോഴേ അതിന്റെ ഫീസിനെ പറ്റിയൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടാ. തച്ച് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് കൊടുക്കാം. മിടുക്കി, അങ്ങനെ വേണം. അത് നന്നായി. കാണിക്കണേ. കണ്ണടച്ച് എല്ലാരും കാണിച്ച്. വേണ്ട കണ്ണടമ്മ. നോക്കല്ലേ? ഇല്ല ഇല്ല, കാണിക്കേ. കണ്ണടച്ചോ, പറയുമ്പോ തുറക്കൂ. തുറക്കട്ടോ? ഇല്ല 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 ഇല്ല. തുറന്നു. എന്തോ നോക്കളെ തച്ചത്? എനിക്ക് മനസ്സിലായി. ഇത് അധികം വന്ന തുണി മോള് തയ്ച്ചതാണ്. ഓ, ഇവക്ക് ഉടുപ്പ് തച്ചിട്ട് ബാക്കിയുള്ളതായിരുന്നാ? ബാക്കിയുള്ളതല്ല, ഇതാണ് ഉടുപ്പ്. ഇതാ ഇതാ ഫ്രോക്ക്. നോക്കട്ടെ. ഇത് കടിയത്. ഇതിന്റെ ഒരു കൈ എവിടെ? അത് കൈക്ക് എന്തോ പ്രശ്നം വന്നപ്പോ ഞാൻ പിടിച്ചു വലിച്ചപ്പോ ഊരിങ്ങോ. കൊള്ളാം. ഇപ്പോഴേ ആൾക്കാർ പറയണേ എനിക്ക് തുണി കുറവാണ് ഇടുന്നത്. ഇനി ഇതും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അല്ല, നീ ഇവിടം വരെ ഇറക്കമുള്ള ഫ്രോക്കിന്റെ ഒക്കെ തയ്ക്കാന്ന് പറഞ്ഞാണല്ലോ അളവെടുത്ത്. ഇതിപ്പോ ആർക്ക്? അത് പിന്നെ ഫ്രോക്കിന്റെ തയ്ക്കാൻ തുണി തികഞ്ഞില്ല. ഇത് ഫ്രോക്കിന്റെ മോൾ ഭാഗം, ബാക്കി പിന്നെ തുണി എടുത്തിട്ട് തയ്ക്കും. എന്നാലും ഇതുവരെ തയ്യ ക്ലാസ്സിലൊന്നും പോവാതെ പഠിച്ച് തയ്ച്ചവൾ ഇത്രയും ഷേപ്പിലൊരു ഉടുപ്പ് എന്തോന്നും ഉണ്ടാക്കിയല്ലോ. എന്തോന്നും ആയിക്കോട്ടെ, ഇത്രയെങ്കിലും എത്തിയില്ലേ? എന്തൊക്കെ മനക്കോട്ടയാണ് കെട്ടിയത്. കട തുടങ്ങണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പൊ എല്ലാം വെറുതെ ആയില്ലേ? തുണിയും വേസ്റ്റ്. ഞാൻ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ വരാം. അതാ നല്ലത്. കട തുടങ്ങാന്നൊക്കെ വിചാരിച്ചതാണ്. ഇനിയിപ്പം കട തുടങ്ങണ ആരെയൊക്കെ അവിടെ നിക്കട്ടെ, അവള് നന്നായിട്ട് തയ്ച്ച് പഠിക്കട്ടെ. എന്തോന്ന് പ്രതീക്ഷയൊക്കെ ആയിരുന്നല്ലേ? അല്ല, പിന്നെ ഒരു കാര്യം, അവൾ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ലേ, ശരിയാവും. അച്ഛാ, ഇതാ പറയുന്നത് ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുതെന്ന്. ഇതൊക്കെ കൊറേ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാണ് കൃത്യമായ അർത്ഥം എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ മണി, ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ ഒരു പ്ലോട്ട് വരെ കണ്ടുവച്ചാണ് ഒരു കട തുടങ്ങുന്നത്. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.